എന്താണ് സോപ്പ് പൊട്ടി എന്നൊക്കെ അല്ലേ. ഒരുപാട് എനിക്ക് നൊസ്റ്റാൾജിയ തരുന്നൊരു സാധനമാണ്. നൊസ്റ്റാൾജിയ എന്ന് പറയാൻ പറ്റത്തില്ല, ഈ ഒരു സ്മെല്ല് കൊണ്ട് നമുക്ക് കുറേ നൊസ്റ്റാൾജിയ ഓർമ്മ വരും. പക്ഷേ ഈ ഹാർട്ടിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയിട്ട് ഒരു തേങ്ങയും കാണുന്നില്ല അല്ലേ. സംഭവം വന്നിട്ട് ഈ ഒരു നമ്പർ 1 സോപ്പാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും ദാരിദ്ര്യമാണോ ഈ ഒരു 10ൻ്റെ സോപ്പ്. ദാരിദ്ര്യമായിട്ടല്ല, കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ പോയി, അല്ലാതെ കുളിക്കാനുള്ള സോപ്പ് വാങ്ങിച്ചു. പക്ഷേ ഞാൻ സാധാരണ നമ്പർ 1 സോപ്പ് വാങ്ങിക്കാറുണ്ട്, പക്ഷേ ഇവനെടുക്കാതെ പറ്റത്തില്ല. ഈ ഒരു സോപ്പ് ഒരുപാട് നൊസ്റ്റാൾജിയ തരുന്നൊരു സോപ്പാണ്. ഇതിട്ട് കുളിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ഇതിൻ്റെ സ്മെല്ലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് നൊസ്റ്റാൾജിയ തരുന്നത്. നമുക്കറിയാം പണ്ട് കുളിക്കാനൊക്കെ കയറി കഴിഞ്ഞാൽ എന്തായാലും എത്ര മണിക്കൂർ വേണം കുളിക്കാനായിട്ട്. ഇപ്പോൾ കുളിച്ചാൽ കുളിച്ചു, കുളിച്ചോ കുളിച്ചില്ലേ, ആ ഒരു ഇതാണ്. ഇതിട്ട് കുളി കഴിഞ്ഞ് വരുമ്പോൾ ആ ഒരു സ്മെല്ലും കാര്യങ്ങളും നൊസ്റ്റാൾജിയും എനിക്ക് ആ ഒരു ഫീല്. ഇതിൻ്റെ നമുക്കറിയാം നമ്പർ 1 തന്നെ നമ്പർ 1 അല്ല, നമുക്ക് എന്താ പറയുക, എല്ലാ സോപ്പിൻ്റെയും പല പല വെറൈറ്റീസ് ഉണ്ട് അല്ലേ. അപ്പോൾ എനിക്കൊരു ആഗ്രഹം, ഈ ഒരു 10ൻ്റെ സോപ്പ് വാങ്ങിച്ചിട്ട് ഒന്ന് കുളിക്കണം. കാരണം എനിക്ക് ഒരുപാട് നൊസ്റ്റാൾജിയ തരുന്നൊരു സോപ്പാണ്. എൻ്റെ സോപ്പിൻ്റെ ലിസ്റ്റിൽ ഞാൻ ഉൾപ്പെടുത്തുന്ന ഒരു സോപ്പാണ് ഇത്. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഈ ഒരു സോപ്പ് വാങ്ങിച്ചില്ല, വേറൊരു സോപ്പ് വാങ്ങിച്ചത്. പക്ഷേ ഇതെടുക്കാതെ പോരാൻ പറ്റിയില്ല. എനിക്ക് ഈ ഒരു സോപ്പ് ഒരുപാട് നൊസ്റ്റാൾജിയ തരുന്നുണ്ട്. പണ്ട് കുളിക്കാൻ കയറുമ്പോൾ എന്താ പറയുക, നമ്മൾ കുറേ പരസ്യങ്ങളൊക്കെ ചെയ്യും അല്ലേ. ഞാനും ചെയ്യാറുണ്ട്, നിങ്ങളും ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്കിഷ്ടമാണോ ഈ നമ്പർ 1 സോപ്പ്? ഇതല്ല, പല വെറൈറ്റീസും ഉണ്ട്. പക്ഷേ ഈ നമ്പർ 1 എന്ന ഈ ഒരു സോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സോപ്പാണ്. നിങ്ങൾക്കും ഇതുപോലെ കുറേ വെറൈറ്റി സോപ്പുകൾ ഇഷ്ടമുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും ഫേവറേറ്റ് ഉള്ള സോപ്പ് കമൻറ്റ് ചെയ്യണേ.